ഹായ് ഐഷു, നീ എന്ത് ചെയ്യാ? എഴുതാതിരിക്കുക. എന്താ എഴുതുന്നേ? ഏത് സബ്ജക്റ്റാ? മലയാളം എഴുതുക. ഫാസ്റ്റായിട്ട് എഴുതിക്കോ. ഐഷു എഴുതുകയാണ് ഗൈസ്. ഐഷു മലയാളം എഴുതുകയാണ്. ഇന്ന് ഐഷു സ്കൂൾ പോയിരുന്നോ? ഇല്ല. ഐഷു ഒന്ന് മടിയായിരുന്നു എഴുതുവാണ്. ഒക്കെ നല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിലായിരുന്നു. അപ്പം ഇന്നത്തെ വർക്കൊക്കെ ചെയ്യാനുണ്ട്, അതിനിരിക്കുകയാണ്. അല്ലേ? ഐഷു ടെക്സ്റ്റിൽ എന്താ എഴുതുന്നത്? പാട്ടരങ്ങും അല്ലേ? വേഗം എഴുതുന്നുണ്ട്, നമുക്കത് പാടാം. കഴിഞ്ഞ ഐഷു ഒന്ന് പാടിയെന്നാൽ പാട്ടരങ്ങ് മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താരോ തിത്തിത്തെ വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താരോ തിത്തിത്തെ മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക. പിന്നെ നേന്ത്രക്കായ നേന്ത്രക്കായ പടവെള്ളം മുരിങ്ങക്കായ ഓ തിത്തിത്താരാ തിത്തിത്തേ തകതോ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചെപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താര തിത്തിത്തേ ഇതോ പാടിയോ? റെഡിയാണോ? ഇനി എന്താ എഴുതാനുള്ള? ഇനി ഫോണിൽ നോക്കി എഴുതാണ്ട് അല്ലേ? നമുക്കത് കഴിഞ്ഞിട്ട് വരാം അല്ലേ? ഓക്കെ. എന്താ വരയ്ക്കുന്നത്? പച്ചക്കറികള്. നമ്മളെ പച്ചക്കറീൻ്റെ പാട്ടും പച്ചക്കറീൻ്റെ തോണിയും കണ്ടോ? ഇതെന്തൊക്കെയുള്ള അതിൽ? പച്ചക്കറി തോണിയിൽ എന്തൊക്കെയുള്ള? തക്കാളി ഉണ്ട്, തൊട്ട് കാണിച്ചുണ്ടോ? തക്കാളി ഉണ്ട്, കുറച്ച് 3 മുന്തിരി. പച്ചക്കറിയിലോ? പിന്നെന്താ ഉള്ളത്? പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഒക്കെ പച്ചക്കറിയിലുള്ളതാ? അത് ശരി. പച്ചക്കറി വരയ്ക്കാനല്ല, വെജിറ്റബിൾ അല്ലേ? വെജിറ്റബിൾ ഓറഞ്ച് മുന്തിരി ഒക്കെ ഉണ്ടാവോ? വരച്ചതാ അല്ലേ? ആയിക്കോട്ടെ. ഇതെന്താ? അത് വെണ്ട. അതോ പൊട്ടാറ്റോ? ഇത് മത്തൻ. ഇത് മത്തൻ. ഇത് പച്ചമുളക്. ഇനി എന്തൊക്കെ വരയ്ക്കാറുള്ളത്? കളർ കൊടുക്കാനായിരുന്നു. ചെയ്തു അല്ലേ? അതെന്താ വരയ്ക്കുന്നേ? മീനോ? മീനെന്തെങ്ങനെ? പച്ചക്കറി തോണിയൊക്കെ കണ്ടോ ഗൈസ്? ഐഷു വാട്ട് ഹാപ്പൻ? ഐഷു ഡയറി എഴുതാൻ മടിച്ചിട്ട് കരയാണ് ഗൈസ്. കരഞ്ഞിട്ടൊക്കെയാണ് എഴുതുന്നത്. അവളെ താത്തി എഴുതുന്നില്ല, താത്തിക്ക് ഒന്നും എഴുതാനില്ല എന്ന് പറഞ്ഞ പരാതിയായിട്ടാണ് ഐഷു എഴുതുന്നത് അല്ലേ? നോക്കട്ടെ, ശുന്തിരിനെ നോക്കിയിട്ട്. ശുന്തിരിൻ്റെ കണ്ണൊക്കെ അറിഞ്ഞിരിക്കുന്നില്ലേ? ശുന്തിരി അമ്മ കുറ്റം എഴുതിയാലും അവളോട് മിണ്ടണ്ട. ഐഷു വേഗം നല്ല കുട്ടിയാണ്. ഐഷു താത്തിൻ്റെ മാതിരി ഒന്നല്ല. അവൾ 2 കയ്യിലും മെഹന്തി ഒക്കെ എടുക്കണം. നാളെ അവൾ ടീച്ചേഴ്സിനൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കൂലേ? ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കൂലേ? ആരിട്ട് എന്നാ പറഞ്ഞാൽ എന്താ പറയാ? അമ്മട്ടെന്നാണ് പറയും. വേഗം എഴുതി വേണ്ടി തൊട്ട് വാന്നാണ്. അത് വാ അല്ല. ഇവിടെ ഒരാൾ എഴുതാനൊന്നും ഇല്ലാണ്ട് സ്കൂളിൽ മടിച്ചു കുത്തിയിരുന്നിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എന്നെ കളിയാക്കി ചിരിക്കുന്നു അവൾ. എൻ്റെ ചെടി ഫ്ലവർ ഇട്ട് കണ്ടോ നിങ്ങളെ? ഈ ഏറ്റവും ഫ്ലവർ ഇടാനേ ഉള്ളൂ. എന്നെ കളിയാക്കണം എൻ്റെ മക്കൾ. കണ്ട ഗൈസ് നിങ്ങൾ? ഇതെന്താണെന്ന് അറിയോ? ഇതെന്താണെന്ന് അറിയാം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട്. അതന്നെ, ഇതൊരു മധുരക്കിഴങ്ങാണ്. അത് ഞാനിങ്ങനെ കൊത്തി വെച്ചു. അതിൻ്റെ മുളകളാണ് ഈ വന്ന് കിടക്കുന്നത്. നല്ല രസം, ഡെക്കറേഷനൊക്കെ വെക്കാൻ പറ്റും. അടുത്താണ്, നിങ്ങളും ചെയ്ത് നോക്കി, ട്രൈ ചെയ്യുവി. അതന്നെ നമ്മൾ പറയണ കള്ളാണോ അല്ലേന്നൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി. മധുരക്കിഴങ്ങ് അതേമാതിരി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ മുള വന്ന് ഇങ്ങനെ തുടങ്ങും. ഇടുന്ന നേരത്ത് എല്ലാം എടുത്തു
കുറച്ച് ഇടുക്കലല്ലേ നിർബന്ധമല്ല ഇറക്കൽ. ഇത് വലിയ വായുള്ള ബൗളാനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ കുത്തിവെച്ചത്. ചെറിയ ഗ്ലാസ് പോലത്തെ ഒക്കെ ആണെങ്കിൽ ഇറക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ വലിയ കട്ടിയുള്ള മധുരക്കിഴങ്ങാണെങ്കിൽ കുഴപ്പമില്ല. അത് ഇന്ത്യയിൽ ചെറുതുണ്ടായിരുന്നത്, അതാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചത് അല്ലേ. എന്നാൽ വേഗം എൻ്റെ മോളെ എഴുതിയോളി ഡയറി. ഡയറി എഴുതുന്നതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വർത്തമാനങ്ങളാണ് ഇതൊക്കെ. ഐഷു എഴുതാണ്ടിരിക്കാണ് വാശിയാണ്. ഐഷു എഴുതാന്ന് വിളിക്കുന്നതിനെക്കാട്ടി ഇഷ്ടാട്ടോ ഐഷു. താത്തി മോളുള്ള യുദ്ധങ്ങളാണ് ഇതൊക്കെ വീഡിയോ എടുക്കണ്ടോ.